സർട്ടിഫിക്കറ്റ് നോക്കൂ ഗൈസ്, ഇനിയും കിട്ടിയൊരു യൂറോപ്യൻ സർട്ടിഫിക്കറ്റ്. എന്തിനാണോ വീട്ടിൽ കൊണ്ട് വയ്ക്കാം. ആകെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ 2-3 ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ പോകുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇവിടെ തന്നെ ഫസ്റ്റ് എടുക്കാം. SGH കോളേജിലാണ്. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. സി ദാറ്റ്സ് ദ എൻട്രൻസ്. ദിസ് ഈസ് ദ ടോപ്പ്. ഇതാണ് എൻ്റെ കോളേജ്. വീഡിയോസ് എടുക്കാം. കുറേ മെമ്മറീസ് ഉണ്ടല്ലേ കോളേജിൽ. കാറ്റാടി താരും. ഇവിടെ പഠിച്ചവരാണോ അല്ലേ? ഇതൊക്കെ ഇവിടെ പഠിച്ചവരാണെന്ന് തോന്നുന്നു. പക്ഷെ കുറേ ആൾക്കാരെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പോളിഷുകാരാ പേര് നോക്കുമ്പോൾ. സോ ടോട്ടൽ നമുക്ക് എത്ര ഫ്ലോർ ഉണ്ട്? 3 ഫ്ലോർ ഉണ്ടല്ലേ. ടോട്ടൽ 3 ഫ്ലോർ ഉണ്ട് ഗൈസ്. സോ അറിയില്ല എന്താണെന്നുള്ളത്. എവിടെ പോയി ഫോട്ടോ എടുക്കണം എന്നാണ് ഒരു ഡൗട്ടായിട്ടിരിക്കുന്നത്. കാരണം ഇത് പഴയ ബിൽഡിങ്ങാണ് കണ്ടോ, പഴയ ബിൽഡിങ്ങാണ് ഗൈസ്. സോ എന്തായാലും 2-3 ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോവാം. സോ ഗൈസ് ഇവിടെയൊക്കെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ്. അത് വളോഡിമിർ സെലൻസ്കി വന്നിട്ടുണ്ട്, യുക്രൈനിയൻ പ്രസിഡൻറ്റ്. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡ് ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇതാണ് ഇവിടുത്തെ ലൈബ്രറി, SGHൻ്റെ ലൈബ്രറി. ഭയങ്കര വലിയ ലൈബ്രറിയാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ പഠിക്കാനൊക്കെ വരും ലൈബ്രറിയിൽ. ആൾക്കാർ എന്താ പറയുക, അത് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ലൈബ്രറിയിൽ. അതങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇത്രയൊക്കെ ഇങ്ങനെ ഒട്ടും ശ്വാസം പോലും നമ്മൾ അങ്ങനെ ശ്വാസം എടുക്കാൻ പോലും ഒരു സൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഒരു ദിവസം പോയിട്ടുള്ളൂ, വലിയ ലൈബ്രറി ആട്ടോ. അങ്ങനെ ഈ ഒരു പാർക്കിലോട്ട് പോവുകയാണ് ഗൈസ്. കണ്ടോ? അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പാർക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും കോളേജിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ കോളേജിന് തൊട്ടപ്പുറത്ത് 5 മിനിറ്റ് അപ്പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. പക്ഷേ മിക്ക ക്ലാസ്സിനും അവൾ 7 മണിയുടെ ക്ലാസ്സിന് 8 മണിയുടെ ക്ലാസ്സിനൊക്കെ വരും. പക്ഷേ ഞാനാണെങ്കിൽ ഒറ്റ ക്ലാസ്സിന് പോലും പോകാറുണ്ടായിരുന്നില്ല. കാരണം രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ ഒന്നാമത്തെ കാര്യം ഇവിടെ തണുപ്പാണ്. എങ്ങനെയാണ് പോകാൻ പറ്റുക? ജോലി, പഠിത്തം എല്ലാം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എനിക്കിവിടെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നോക്കൂ, ഇതാണ് ഞങ്ങൾ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വേണ്ടി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അന്നത്തിലോട്ടാണ്. അന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇവിടെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അന്നത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഡിലേ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അന്നത്തിൽ പോയിട്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് നമുക്ക് കാണാം. അയ്യോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വരാം. പക്ഷേ ഇതിരുന്നാലും കൊള്ളാം, നല്ലൊരു കോളേജായിരുന്നു കേട്ടോ. SGH അല്ലേ? SGH എന്ന് പറയും. SGH കോളേജിൽ നിന്ന് ഞാനിങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു മലയാളിത്തിൻ്റെ സത്യമായിട്ടാണ് പറയണേ. ക്ലാസ്സിൽ ഇങ്ങനെ സൗമ്യ ടീംസ് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. സൗമ്യ എന്ന് പറഞ്ഞ് ഞാൻ ടീംസിൽ മെസ്സേജ് അയച്ചതാ. ഓർമ്മയുണ്ടോ? ഹായ് എടാ, മലയാളിയാടോ, എവിടെയാ വീട്? കാലിക്കട്ട് തന്നെയാണ് കേട്ടോ. കോഴിക്കോട്. അങ്ങനെ അന്ന് തലയിൽ കുരുങ്ങിയതാണ്. കണ്ടോ? SGH ഉള്ളതായിരുന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുള്ള കുറേ സ്ട്രിക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. പിന്നെ കുറച്ച് എനിക്ക് ഇവിടെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്റ്റുഡൻറ് സപ്പോർട്ട് ടീം, ഒരു സപ്പോർട്ടില്ലാത്തൊരു സപ്പോർട്ട് ടീം അല്ലേ? എന്തിനാണ് സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞെടുത്ത് വെച്ചിരിക്കണേ? ഒരു യൂസും ഇല്ല. ഒരു യൂസ് എന്ന് വെച്ചാൽ നോ യൂസ്. ദേ ആർ ഗെറ്റിംഗ് പേ ഫോർ നത്തിങ് എന്ന് വേണം പറയാം. ഞങ്ങൾ ട്രാമിന് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇതല്ല 17 നമ്പർ ട്രാമിന് രണ്ടായിരിക്കും. അമ്മൂമ്മയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണെന്ന് വിചാരിച്ചോ. എന്തെങ്കിലും നമ്മൾ നോർമലി ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയാൽ അവരെ കോംപ്ലിമെന്റ് പറയും. പക്ഷെ നമ്മൾ നാട്ടുകാരാണെന്നുണ്ടെങ്കിലോ അതിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദാറ്റ്സ് ട്രൂ അല്ലേ? ദാറ്റ്സ് ട്രൂ. ഡു യു എഗ്രി ഗൈസ് ഓർ നോട്ട്? എഗ്രി ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടൂ. സോ നീ ഇപ്പോഴല്ലേ പോളണ്ട് കണ്ടേ, അതിന് മുന്നേ നീ കേരളത്തിൽ തന്നെയാണല്ലേ എന്ന് ചോദിക്കരുത്. കാരണം ദാറ്റ്സ് എ ഫാക്ട്. ഞാനൊരു ഫാക്റ്റാണ് പറഞ്ഞത്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയണു, എന്ത് ഡ്രസ്സ് ഇടുന്നു, അവരവരുടെ കാര്യം നോക്കി പോകുന്നു. ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണ്. ഓക്കെ, അന്നത്തിലെത്തിരിക്കുകയാണ്. സോ ഇവിടെ എങ്ങനെ ക്രോസ് ചെയ്യും? സിബ്ര ലൈൻ ഇല്ല ആണോ? സോ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലൈൻ ഇല്ലാതെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മൂഞ്ചിന്ന് തോന്നേ.
മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. നിങ്ങളുടെ ഓർഡർ റെഡി. താങ്ക് യു സോ മച്ച്. അങ്ങനെ ബാക്കി വന്ന ഗൈസ് പാഴ്സൽ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് പോവാണ്. കാരണം ഫുള്ള് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കറിയല്ലേ ഞങ്ങൾ കഴിച്ചത്. ഗൈസ് ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് ശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഫുള്ള് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ബട്ടർ ചിക്കൻ കുറച്ച് കൂടുതൽ മധുരമാണോ എന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. നമ്മൾ നാട്ടിലത്തെ ഒരു ബട്ടർ ചിക്കൻ ഒരു ഫീലല്ല എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് മൂക്കുത്തി മാറ്റി എൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റോറിലും കൂടെ കയറണം. ഇന്ത്യൻ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിനകത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്തതായിട്ട് പോകാൻ വേണ്ടി പോകുന്നു. തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. ഇവരുടെ താങ്ക് യു സോ മച്ച്. അയ്യോ അയ്യോ മൂഞ്ചി ഗൈസ്. ഞാൻ മറന്നുപോയി ഗൈസ്, മറന്നുപോയി. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. അൽഷിമോസ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഫുഡ് ഞാൻ പാഴ്സൽ പറഞ്ഞിട്ട് ഞാൻ പാഴ്സൽ അവിടെ വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഗൈസ്. സോ ഇന്ത്യ ബസാർ ഉണ്ട് ഇവിടെ. ഇന്ത്യ ബസാർ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കപ്പ അല്ലെങ്കിൽ ടപ്പിയോക്കൊക്കെ മരിച്ചെന്നാണ് കേട്ടോ പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? ഏത് പൂള? അതേത് ഊള? ഞങ്ങൾ പറയും മരിച്ചിനി മീൻകറി. ഓക്കെ. പപ്പായക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയും കപ്പയ്ക്ക. അയ്യേ അതെന്ത് മൂസ? സിയാടി മൂസയോ? ഗൈസ് നിങ്ങളുടെ നാട്ടില് പപ്പായക്ക് എന്താ പറയണേ? ഞങ്ങളിവിടെ കപ്പയ്ക്കാന്നാണ് പറയണേ. വേറെ എന്താ പറയണേ? വേറെ എന്തെങ്കിലും പറഞ്ഞു? പൈനാപ്പിളിന് നമ്മൾ പറയും പൈനാപ്പിള്. നിങ്ങളോ? പിന്നെ ട്രിവാൻഡ്രത്തിൽ പറയും കുർത്തിച്ചക്ക എന്ന് പറയും. കുർത്തിച്ചക്ക, കഴുതച്ചക്ക എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ. സാമ്പാറിന് എന്താ പറയുന്നത്? സാമ്പാറിന് ബട്ടർ ചിക്കൻ. നിങ്ങൾ പറയും. കോഴിക്കോടുകാർക്ക് ഒരു അഹങ്കാരമുണ്ട്. അവര് ഫുഡിന് ഭയങ്കര കിഡിലോസ്കികളാണെന്നുള്ളത്. കോഴിക്കോട് ഞാൻ കുറ്റം പറയല്ല ഗൈസ്. നിങ്ങൾ ഏത് സ്ഥലത്തോട്ടാണ്, നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നുള്ളത് കമന്റ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കമന്റ് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ഇടുക ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ഫുള്ള് വീഡിയോ കണ്ടിട്ട് എന്താണ് ഗൈസ് കമന്റ് ഇടാണ്ട് പോണേ? നിങ്ങൾ ഏത് നാട്ടുകാരാണെന്നുള്ളത് കമന്റ് ഇടുക ഗൈസ്. നമ്മുടെ അവിടെയൊക്കെ തോരൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത് തോരൻ എന്നാണ് പറയണേ. ഉപ്പേരി. ഞങ്ങളുടെ അവിടെ ഉപ്പേരി എന്ന് പറയുന്നത് കായ വറുത്തതില്ലേ, അത് ശർക്കര വരട്ടി, അതിനെയാണ് ഞങ്ങൾ ഉപ്പേരി എന്ന് പറയണേ. നിങ്ങളുടെ നാട്ടില് പിന്നെ വേറെ എന്തായിരുന്നു? ഇതുണ്ടല്ലോ, മീൻകറിക്ക് എന്താ പറയുന്നത്? കോഴിക്കോടുകാർക്ക് ഒരു അഹങ്കാരമുണ്ട്. അവര് ഫുഡിന് തോപ്പിക്കാൻ പറ്റില്ല. പക്ഷെ സദ്യ ട്രിവാൻഡ്രത്തോട്ട് വരൂ ഗൈസ്. സദ്യകൾക്ക് ട്രിവാൻഡ്രത്തോട്ട്. നമ്മുടെ പല പല കോവില്, അമ്പലങ്ങള്, എന്തോരം സ്ഥലങ്ങളാ. മതസൗഹാർദ്ദമുള്ള ഒരു സ്ഥലമാണ് പാളയം. ട്രിവാൻഡ്രത്ത് നമ്മുടെ പാളയത്തല്ലല്ലോ, പാളയല്ല, ട്രിവാൻഡ്രത്ത് നമ്മുടെ പാളയത്ത് പള്ളിയുണ്ട്. നീ അവിടെ ബിരിയാണി പിടിച്ചോണ്ടിരുന്ന ഒരു പാരകളില് ബിരിയാണി ഉണ്ട്. പിന്നെന്താ വേറെ എന്ത് സംഭവമായിരുന്നു? പാരഗണും ഒരു ബിരിയാണി മന്തിയിലാണ് കോഴിക്കോടുകാർ പിടിച്ചു നിൽക്കുന്നത്. എനിക്കറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാന്നുള്ളത്. കൊല്ലം പറയില്ല, കാരണം കൊല്ലത്ത് ഫുഡ് ഞാൻ പറയുന്നില്ലല്ലോ. ട്രിവാൻഡ്രത്ത് സംസം, പാളയത്ത് സംസം. ഓ ട്രിവാൻഡ്രത്ത് സംസം പൊറോട്ടയും ഷവായും ഗൈസ്.
നോ, ട്രിവാൻഡ്രം പാളയം. അവൻ പഠിച്ചത് CET ആണ് മിസ്റ്റർ. CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഓ, കയ്യും കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് വീഡിയോ എടുക്കാം. എനിക്ക് ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയില്ല, ഒരു എനർജി ഇങ്ങനെ കയറും. കൈ അഴിക്കുന്നു ഗൈസ്. സത്യം, ഞങ്ങൾ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാരതീയരായിട്ട്. കാരണം ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എപ്പോൾ നോക്കിയാലും ഫുൾ ഓഫ് ഇന്ത്യൻസ് ആണ് അല്ലേ. കോളേജ് ഒക്കെ ദിവസം ഞങ്ങൾ അടച്ച് ഭരിച്ചുകൊണ്ടിരുന്നത്. അതെ, ആരൊക്കെയോ ഒന്ന് കൈയടക്കി. എന്തോരം ഇന്ത്യൻസിനെ കാണണമെന്ന് അറിയോ, എന്തോരം മൈഗ്രേഷൻ നടക്കണേ. നമ്മളെ കാണുമ്പോഴും അവരെങ്ങനെ തന്നെയായിരിക്കും പറയണേ. പക്ഷേ ഇഷ്ടമല്ല അല്ലേ, എനിക്കിഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ദ വേ ഓഫ് ദിയർ ആറ്റിറ്റ്യൂഡ്, അതാണ് എനിക്ക് മെയിൻ പ്രശ്നം. ബിക്കോസ് ആദ്യമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ത്യൻസിനെ കാണുമ്പോൾ, അയ്യോ ഭാരതീയർ. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോളണ്ട് അവരുടെ അത് നമ്മളെന്തിനാ സഹിക്കണേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ പറഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Until the next time we meet, it's Unfiltered Danya. Subscribe to my channel guys if you are not subscribed yet. So bell icon അടിച്ചു പൊട്ടിക്കൂ. അടുത്ത വീഡിയോ കാണാം. Bye guys, thank you so much. Bye.